വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ജനോപകാരപ്രദമായ നിരവധി പ്രവർത്തനങ്ങളിലൂടെ ജനശ്രദ്ധ ആകർഷിച്ച തിരുവനന്തപുരം കോർപ്പറേഷൻ ഇതാ മറ്റൊരു ജനശ്രദ്ധ കേന്ദ്രമായി മാറുകയാണ്. ഇതാ എനിക്ക് പിന്നിൽ കാണുന്ന ഇത് കണ്ടല്ലോ, കൂമ്പാരം പോലെ ബാഗുകൾ, അതുപോലെ തന്നെ കുടകൾ, ഇതൊക്കെ സമാഹരിച്ച് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ്. 101 വാർഡുകളിലായി ഒരു വാർഡിൽ 50 കുട്ടികൾക്ക്, അത് അർഹതപ്പെട്ട നിർധനരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് 50ഓളം വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് 5050 വിദ്യാർത്ഥികളിലേക്ക് ഈ സഹായം എത്തിക്കാൻ, അത് പഠനോപകരണങ്ങൾ എത്തിക്കാനാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ കെയർ എന്നുള്ള പേരിൽ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. നിരവധി കുട്ടികൾക്ക്, പ്രത്യേകിച്ച് സർക്കാർ സ്കൂളിലും എയ്ഡഡ് സ്കൂളിലുമുള്ള ചില എയ്ഡഡ് സ്കൂളുകളിലുള്ള കുട്ടികൾക്ക് ഇപ്പോഴും പുസ്തകവും ബാഗും ഒക്കെ വാങ്ങാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് കോർപ്പറേഷൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൈത്താങ്ങായി മാറണം കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങളെന്ന് ഞങ്ങൾ ഭരണസമിതി വരുന്നതിന് മുമ്പ് തന്നെ ആലോചിച്ചിരുന്ന കാര്യമാണ്. ഈ ജൂൺ മാസം സ്കൂൾ തുറക്കുമ്പോഴേക്കും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഗവൺമെൻറ് സ്കൂളുകളിൽ നിന്നും ചില എയ്ഡഡ് സ്കൂളുകളിൽ നിന്നും, അത് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് 5050 കുട്ടികൾക്ക്, ഒരു വാർഡിൽ 50 കുട്ടികൾക്ക് വച്ചിട്ട് 5050 കുട്ടികൾക്ക് ഞങ്ങൾ കിറ്റ് കൊടുക്കുകയാണ്. അതായത് ഒരു സ്കൂൾ ബാഗ്, ഹൈസ്കൂളിനാണെന്നുണ്ടെങ്കിൽ ആവശ്യമായ നോട്ട്ബുക്ക്, അതോടൊപ്പം തന്നെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഉണ്ടാവും, അതിൽ വാട്ടർ ബോട്ടിലുണ്ടാവും. ഇപ്പോൾ എന്താ, താഴത്തെ കുട്ടികൾക്ക്, ചെറിയ ക്ലാസ്സിൽ LP സ്കൂളിലെ കുട്ടികൾക്ക് വാട്ടർ ബോട്ടിൽ ഉണ്ടാവും, ഹൈസ്കൂളിലെ ടിഫിൻ ബോക്സ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ അതിൽ കുട ഉണ്ടാവും. ഇങ്ങനെ അത്യാവശ്യം കുട്ടികൾക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ കൂടെ വെച്ചിട്ട് ഒരു കിറ്റ് കൊടുക്കുന്നുണ്ട്. അതിൽ വിദ്യാഭ്യാസ വകുപ്പാണ് അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. നമുക്കറിയാം, നിരവധി വിദ്യാർത്ഥികളാണ് സ്കൂൾ തുറക്കുമ്പോഴൊക്കെ പുസ്തകങ്ങൾ വാങ്ങിക്കാൻ കഴിയാതെ, നോട്ട്ബുക്കുകൾ വാങ്ങാൻ കഴിയാതെ, അതിൽ ആകർഷകമായ ഒരു ബാഗ് വാങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നത്. അവരിലേക്ക് ഈ സഹായം എത്തിക്കുക എന്നുള്ള ഒരു ശ്രമകരമായ ഒരു പദ്ധതി, ഇത് CSR ഫണ്ടിലൂടെയും അതുപോലെ തന്നെ ഉദാരമനസ്കരായിട്ടുള്ള വ്യക്തികളുടെ സഹായത്തോടു കൂടിയൊക്കെയാണ് ഇത് നടപ്പിലാക്കുന്നതെന്ന് മേയർ വ്യക്തമാക്കി കഴിഞ്ഞു. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്കറിയുന്നതിന് വേണ്ടി ഡെപ്യൂട്ടി മേയർ നമ്മളോടൊപ്പം സംസാരിക്കുന്നതാണ്. ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 101 വാർഡുകളിലുമായിട്ട് 50 കുട്ടികളെ നമ്മൾ തീരെ അറിയിപ്പ് നേരത്തെ സൂചിപ്പിച്ചല്ലോ, തീരെ നിവൃത്തിയില്ലാത്ത കുട്ടി, ഒരുപാട് പേര് ഇപ്പോൾ ബാഗോ ബുക്സോ ഒന്നും തന്നെ വാങ്ങാൻ സാധിക്കാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തന്നെ നമ്മുടെ നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരു സഹായം എത്തിക്കുക എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് തുടക്കമായിട്ട് ഒരു പൈലറ്റ് പ്രോജക്റ്റ് പോലെ നമ്മൾ ഈ 5000 പേർക്ക് ഈ ബുക്കും ബാഗും ബോക്സും അതുപോലെ എക്യുപ്മെൻറ്റ്സ് എല്ലാം തന്നെ വിതരണം ചെയ്യുന്നത്. LP UP ഹൈസ്കൂൾ വരെയുള്ള കുട്ടികൾക്കാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് തുടക്കം മാത്രമാണ്. ഇനി നിരവധിയായിട്ടുള്ള പ്രോജക്റ്റുകൾ മേയർ കെയറുടെ നേതൃത്വത്തിൽ നമ്മൾ നടത്തുവാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. വളരെ പാവപ്പെട്ട കുട്ടികളെ കണ്ടെത്തുന്നത് ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ്. അത് സ്കൂളുകളിൽ നിന്ന് തയ്യാറാക്കി വിദ്യാഭ്യാസ വകുപ്പിനോട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിലൊരു അർഹതപ്പെട്ട വിദ്യാർത്ഥികളെ കണ്ടെത്തുന്നതിന് വേണ്ടുന്നുള്ള ഒരു പട്ടിക തയ്യാറാക്കി നൽകുന്നതിന് വേണ്ടി, ആ പട്ടിക ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അടിയന്തരമായി തന്നെ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ ഈ പഠനോപകരണങ്ങൾ അർഹതപ്പെട്ട വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും ക്യാമറാമാൻ പ്രശാന്തിനൊപ്പം BJ മനീഷ് കുമാർ.